എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൈസനെ പറ്റിയിട്ട്. മന്ത്ലി പൈസ വരുന്നു, അത് നിൽക്കുന്നില്ല, അതിൻ്റെ പേരിൽ മന്ത്ലി ശമ്പളം വരേണ്ട ടൈമിൽ എങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ആയിട്ട് തിരിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു EMI ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, പിന്നെ വീട്ടു ചിലവുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അത് എത്ര ശതമാനം വെച്ച് ചെയ്യണം എന്നുള്ളത് ജനറൽ റൂൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു ഇൻകമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 50% നമ്മുടെ വീട്ടു ചിലവ് നിർത്താൻ പറ്റുമോ? റെൻറ്റ് അല്ലെങ്കിൽ ഭക്ഷണം, ഇതെല്ലാം ഒരു 50%. 1 ലക്ഷം ആൾക്കാരാണെങ്കിൽ 50,000 രൂപയിൽ അത് നിർത്തണം. അതേപോലെ തന്നെ EMIയും ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ EMI ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു 30% നിർത്താൻ പറ്റുമോ? എന്നിട്ട് ഒരു 20% എങ്കിലും നമ്മൾ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ തന്നെ നോക്കണം എന്തൊക്കെയാണ് ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. റിട്ടയർമെന്റ് ഡെഫിനറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും കാർ വാങ്ങണം, വീട് വാങ്ങണം, ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. യാതൊരു ബഡ്ജറ്റ് ഇല്ലാത്ത ആൾ ഈ 50, 30, 20 എന്നുള്ള റേഷ്യോയിൽ നമ്മുടെ ഇൻകം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 6 മാസം, 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ മണി നിങ്ങൾക്ക് സ്വന്തം കൺട്രോൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.